സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? അതൊക്കെ കട്ടി ചോദ്യമായിട്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണനുള്ള രാമൻകുട്ടി പിള്ള, എല്ലാവരും പറയുന്നത് രാമകൃഷ്ണ പിള്ള എന്നാണ്. എന്നാൽ രാമകൃഷ്ണ പിള്ളയല്ല. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയ് ഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ആറ്റിങ്ങൽ വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയ് ഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. സ്വദേശാഭിമാനി പത്രം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ദേശാഭിമാനി എന്നും കേട്ടിട്ടുണ്ട്, സ്വദേശാഭിമാനി എന്നും കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? രാമൻ പറഞ്ഞോ. രാമൻകുട്ടി രാമൻകുട്ടി പിള്ള, രാമൻകുട്ടി പിള്ളയാണ്. സ്വദേശാഭിമാനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തിന് പറയാനുള്ള അവസരം. ഞാൻ കേട്ടില്ല. അറിയാമോ? രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി തന്നെ. ഇനി ആർക്കെങ്കിലും മാറ്റി പറയണ്ട? ഇല്ല. എന്നാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയല്ല ഈ പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ, മറ്റൊരാളാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? അറിയാൻ വയ്യ. അപ്പോൾ ഞങ്ങൾക്ക് ഈ സമ്മാനം തരുന്നത് ജയ് ഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ സർക്കാർ അംഗീകരിച്ച ഏക സ്ഥാപനമാണ്. എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. KSRTCയിൽ കൺസെഷൻ ഉൾപ്പെടെ നൽകുന്ന ഒരു സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനമാണ് ചേച്ചിക്ക് കിട്ടാൻ പോകുന്നത്. എന്നാൽ അറിയാമോ? എനിക്കറിയില്ല. സ്വദേശാഭിമാനി പത്രത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പത്രാധിപരാണെന്ന് അറിയത്തില്ല. ചേച്ചി പറയൂ. അറിയത്തില്ല. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അറിയില്ല. അറിയത്തില്ല. ആദ്യ പത്രാധിപർ അതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തന്നെ അല്ലേ? അല്ലേ? എന്നാൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ രാമകൃഷ്ണ പിള്ളയല്ല, മറ്റൊരാളായിരുന്നു. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ എല്ലാവരും പറയുന്നത് രാമകൃഷ്ണ പിള്ള എന്നാണ്. എന്നാൽ രാമകൃഷ്ണ പിള്ളയല്ല. കാമ്പശ്ശേരി അല്ല. അയ്യോ, അതൊക്കെ കട്ടി ചോദ്യമായിപ്പോയി. തട്ടി കുറയ്ക്കാൻ നിർവാഹമില്ല. അറിയില്ല. എന്ത് ചെയ്യണം? ജർമ്മൻ പഠിക്കുകയാണല്ലേ? അപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. കുറച്ച് GK ആണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? അറിഞ്ഞൂടാ. എന്നാലും ജർമ്മൻ പഠിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. എന്ത് ചെയ്യണം? വിദ്യാർത്ഥിയാണോ? എന്ത് ചെയ്യണം? ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്താണ് പരിപാടി? അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു അധ്യാപിക ആവാൻ പറ്റിയ ഒരു സാധ്യതയോടുകൂടിയാണ് ജയഭാരത് ഞങ്ങളെ അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? രാമകൃഷ്ണപിള്ള. അദ്ദേഹം രണ്ടാമത്തെ പത്രാധിപരാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ആദ്യ പത്രാധിപർ. ഉറപ്പാണ്? അദ്ദേഹത്തിനല്ലേ നാട് കടത്തിയത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ്. എന്നാൽ അദ്ദേഹമല്ല, മറ്റൊരാളാണ്. എന്തായാലും അതറിയേണ്ട ആരാണെന്ന്. സ്ഥലം എവിടെയാണ്? എൻ്റെ സ്ഥലം ഇവിടെ തന്നെ, ആറ്റിങ്ങൽ തന്നെ അല്ലേ? അപ്പം നമ്മുടെ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നത്
ചിറയൻകീഴ് സ്വദേശിയായിട്ടുള്ള ഒരു CP ഗോവിന്ദപിള്ളയാണ്. 1905 മുതൽ, അതായത് ഈ പത്രം സ്ഥാപിച്ച കാലം മുതൽ 1906 വരെ വക്കത്തെ 5 ഈ പ്രസ് ആരംഭിച്ചത്. വക്കത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയം വരെ ചിറയൻകീഴ് സ്വദേശിയായ CP രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ മകന്റെ പേര് ചന്ദ്രൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരറിയത്തില്ല. CP ഗോവിന്ദപിള്ളയായിരുന്നു. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.